സ്റ്റുഡൻസ്, അപ്പോൾ സിക്സ്ത് മോഡ്യൂളിലെ ഒരു പോർഷനാണ് പഠിക്കാനുള്ളത്. കണ്ടീഷൻ ഫോർ സിമ്മട്രി ഇൻ ടു പോർട്ട് നെറ്റ്വർക്ക്. അപ്പോൾ നമ്മൾ ടു പോർട്ട് നെറ്റ്വർക്കാണ് ഇതെന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അല്ലേ. ടു പോർട്ട് നെറ്റ്വർക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടു പോർട്ടിൽ എന്തെല്ലാം പഠിച്ചു? ടു പോർട്ട് നെറ്റ്വർക്കിൻ്റെ മോഡലിങ്ങിനെ കുറിച്ച് പഠിച്ചു. ഏതൊക്കെ പഠിച്ചു? സെറ്റ് പാരാമീറ്റർ, വൈ, എച്ച്, ടി അല്ലേ. മോഡലിങ്ങിനെ കുറിച്ച് പഠിച്ചു. അതിനുശേഷം അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നോക്കി. അതിനുശേഷം എന്ത് ചെയ്തു? ഓരോ പാരാമീറ്റേഴ്സും എങ്ങനെയാണ് റിലേഷൻ, എങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നതെന്നൊക്കെ നോക്കി ഡെറൈവ് ചെയ്തു. ഇനിയുള്ളത് കണ്ടീഷൻ ഫോർ സിമ്മട്രി. ഒരു ടു പോർട്ട് നെറ്റ്വർക്ക് സിമ്മട്രിക്കൽ ആയിരിക്കണമെങ്കിൽ, ഒരു ടു പോർട്ട് നെറ്റ്വർക്ക് സിമ്മട്രിക്കൽ ആകണമെങ്കിൽ ഏത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, കണ്ടീഷൻ ഫോർ സിമ്മട്രി ഇൻ എ ടു പോർട്ട് നെറ്റ്വർക്ക്. ഇപ്പോൾ നെറ്റ്വർക്ക് സിമ്മട്രിക്കൽ ആകണമെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് പോർട്ടിലുള്ള ഇമ്പിഡൻസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പോർട്ടിലുള്ള ഇമ്പിഡൻസ് ആയിരിക്കണം. ഇൻപുട്ടിലുള്ള ഇമ്പിഡൻസും ഔട്ട്പുട്ടിലുള്ള ഇമ്പിഡൻസും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഒരു ടു പോർട്ട് നെറ്റ്വർക്ക് സിമ്മട്രിക്കൽ ആകണമെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസും ഔട്ട്പുട്ട് ഇമ്പിഡൻസും ഈക്വൽ ആയിരിക്കണം. അപ്പം എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ഒരു ടു പോർട്ട് നെറ്റ്വർക്ക്. ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫിഗർ എ നോക്കുക. ഫിഗർ എയിൽ എന്ത് ചെയ്തേ? ഇൻപുട്ട് ഇമ്പിഡൻസ് കണ്ടുപിടിക്കണം. ഇൻപുട്ട് ഇമ്പിഡൻസ് കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് ടെർമിനൽ ഓപ്പൺ ചെയ്യണം. ഇത് നിങ്ങൾക്ക് ഔട്ട്പുട്ട് ഇമ്പിഡൻസാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് ടെർമിനൽ ഓപ്പൺ ചെയ്യണം. അപ്പം ഒരു ടു പോർട്ട് നെറ്റ്വർക്ക് സിമ്മട്രിക്കൽ ആകണമെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസും ഔട്ട്പുട്ടിലുള്ള ഇമ്പിഡൻസും ഈക്വൽ ആയിരിക്കണം. ഇൻപുട്ട് ഇമ്പിഡൻസും ഔട്ട്പുട്ട് ഇമ്പിഡൻസും എന്തായിരിക്കണം? ഈക്വൽ ആകണം. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ഇമ്പിഡൻസ് കണ്ടുപിടിക്കുന്ന സമയത്ത് അതിൻ്റെ ഔട്ട്പുട്ട് ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഔട്ട്പുട്ട് ഇമ്പിഡൻസാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് ടെർമിനൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഇൻപുട്ട് ഇമ്പിഡൻസ് കണ്ടുപിടിക്കുക നോക്കാം. ഫസ്റ്റ് ഫിഗർ എ നോക്കുക. അതിൽ ഇൻപുട്ട് വോൾട്ടേജ് V1 ആണ്, ഇൻപുട്ട് കറൻറ്റ് I1 ആണ്. അപ്പോൾ നമുക്കതിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അല്ലേ. V1/I1. ആ സമയത്ത് അതിൻ്റെ ഔട്ട്പുട്ട് ടെർമിനൽ എന്ത് ചെയ്തു? ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇനി സെക്കൻഡ് ഫിഗർ ബി ശ്രദ്ധിക്കുക. അതിൻ്റെ കേസിൽ എന്താ ചെയ്തേ? ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ട്, V2 ഉണ്ട്. ഔട്ട്പുട്ടിലുള്ള കറണ്ടാണ് I2. അപ്പോൾ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കണ്ടുപിടിക്കാമല്ലോ. ഇമ്പിഡൻസ് മീൻസ് റെസിസ്റ്റൻസ് തന്നെയാണ് കേട്ടോ. ഇമ്പിഡൻസ് R = V/I. അപ്പോൾ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കണ്ടുപിടിക്കുന്ന സമയത്ത് അതിൻ്റെ ഇൻപുട്ട് ടെർമിനൽ എന്ത് ചെയ്തു? ഓപ്പൺ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് ടെർമിനൽ ഓപ്പൺ ചെയ്തു. ഇനി ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് ടെർമിനൽ എന്ത് ചെയ്യുക? ഓപ്പൺ ചെയ്യുക. അപ്പം അങ്ങനെയാണ് ഇൻപുട്ട് ഇമ്പിഡൻസ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഓരോ പാരാമീറ്റേഴ്സിലും സെറ്റ് പാരാമീറ്റർ, വൈ, എച്ച് ആൻഡ് ടി, ഈ എല്ലാ പാരാമീറ്റേഴ്സിലും സിമ്മട്രി ആകണമെങ്കിൽ ഓരോ നെറ്റ്വർക്കും സെറ്റ് പാരാമീറ്ററിൽ, വൈ പാരാമീറ്ററിൽ, എച്ച് പാരാമീറ്ററിൽ ആൻഡ് ടി പാരാമീറ്ററിൽ സിമ്മട്രിക്കൽ ആകണമെങ്കിൽ ചില കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഓരോ പാരാമീറ്ററും സിമ്മട്രിക്കൽ ആണെന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ, കണ്ടീഷൻ ഓഫ് സിമ്മട്രി ഫോർ എ സെറ്റ് പാരാമീറ്റർ നെറ്റ്വർക്ക്. ഒരു സിമ്പിൾ സെറ്റ് പാരാമീറ്റർ നെറ്റ്വർക്കിൽ സിമ്മട്രിക്കൽ ആകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? അതാണ് ഇനി നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ സാധാരണ നമ്മൾ സെറ്റ് പാരാമീറ്റർ ചെയ്യുമ്പോൾ
ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഫസ്റ്റ് തന്നെ ഡിറൈവ് ചെയ്ത എഴുതിയൊരു ഇക്വേഷൻ ഇല്ലേ, ആ ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആ ഇക്വേഷൻ, ഓർമ്മയുണ്ടോ? എന്താണ്? അതെ, V1 ഈസ് ഈക്വൽ ടു Z11 I1 പ്ലസ് Z12 I2. V2 ഈസ് ഈക്വൽ ടു Z21 I1 പ്ലസ് Z22 I2. അപ്പോൾ സെറ്റ് പാരാമീറ്ററിൻ്റെ കേസിൽ V1ൻ്റെയും V2ൻ്റെയും ഇക്വേഷൻ എഴുതി. നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ അതിൽ എന്ത് ചെയ്യണം, നമുക്ക് ഇൻപുട്ട് ഇമ്പിഡൻസ് കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ ഔട്ട്പുട്ട് ഇമ്പിഡൻസും കണ്ടുപിടിക്കണം. അപ്പോൾ ഇൻപുട്ട് ഇമ്പിഡൻസ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഫിഗർ എ ആണ് ശ്രദ്ധിക്കേണ്ടത്. ഫിഗർ എ കൺസിഡർ ചെയ്യുക. ഫിഗർ എയിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്? ഫിഗർ എയുടെ കേസിൽ I2 നമ്മൾ ഔട്ട്പുട്ട് ടെർമിനലുള്ള കറൻറ്റ് I2 എന്ത് ചെയ്തു? 0 ആക്കി. ഔട്ട്പുട്ട് ടെർമിനൽ ഓപ്പൺ ചെയ്തു. I2 0 ആയി. I2 0 ആകുമ്പോൾ ഔട്ട്പുട്ടിൽ വോൾട്ടേജ് ഉണ്ടാകുമോ? I2 0 എന്ന് വെച്ചാൽ എന്താണ്? ഔട്ട്പുട്ട് ഓപ്പൺ ചെയ്യുക അല്ലേ? അപ്പോൾ അതിലിവിടെ വോൾട്ടേജും ഉണ്ടാകുന്നില്ല, കറൻറ്റും ഇല്ല. അപ്പോൾ V2 0 ആണ്, I2 0 ആണ്. അപ്പോൾ ഡയറക്റ്റ് V1 എന്തായി? V1 എന്തായി? VS ആയി അല്ലേ? അപ്പോൾ ഫസ്റ്റത്തെ കണ്ടീഷൻ ഇൻപുട്ട് ഇമ്പിഡൻസ് കണ്ടുപിടിക്കുന്ന സമയത്ത് V2 0 ആയി, I2 0 ആയി, V1 ഈക്വൽ ടു VS ആയി. അപ്പോൾ ആ കണ്ടീഷനാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, നോക്കുക. കൺസിഡർ ഫിഗർ 6.6a. ഫിഗർ എ കൺസിഡർ ചെയ്യുക. എയിൽ എന്തെല്ലാം ഉണ്ട്? V1 VS ആണ്, I2 0 ആണ്. അപ്പോൾ ഫസ്റ്റത്തെ ഫിഗറിൽ നിന്ന് കിട്ടുന്ന കണ്ടീഷനാണിത്. എന്താണത്? V1 ഈസ് ഈക്വൽ ടു VS, I2 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, നമ്മൾ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഇൻപുട്ട് ഇമ്പിഡൻസ് കണ്ടുപിടിക്കുന്ന സമയത്ത് അതിൻ്റെ ഔട്ട്പുട്ട് ടെർമിനൽ എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്യണം. അപ്പോൾ കിട്ടുന്ന കണ്ടീഷൻസാണ് ഇത്. ഓക്കെ, V1 ഈസ് ഈക്വൽ ടു VS, I2 ഈസ് ഈക്വൽ ടു 0. ഇനി ഈ കണ്ടീഷനാണ് നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് കിട്ടിയ ഈ കണ്ടീഷനാണ്, ഫിഗർ എന്ന് കിട്ടിയ കണ്ടീഷൻസാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇക്വേഷൻസിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഫസ്റ്റത്തെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? V1 ഈസ് ഈക്വൽ ടു VS ആണല്ലേ? അപ്പോൾ VS ഈസ് ഈക്വൽ ടു ഇതാണ്. ശ്രദ്ധിക്കുക, ഇക്വേഷൻ നോക്കുക. VS ഈസ് ഈക്വൽ ടു Z11 I1 ആകും. അപ്പോൾ V1ൻ്റെ ഇക്വേഷൻ എങ്ങനെ ചേഞ്ചായി? V1 ഈസ് ഈക്വൽ ടു VS ആണ്. അതേപോലെ I2 എന്താണ്? 0 ആണ്. ആ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പം എന്തായി? VS ഈസ് ഈക്വൽ ടു Z11 I1 ആയി. VS ഈസ് ഈക്വൽ ടു Z11 I1 ആയി. അതിൽ നിന്ന് VS ബൈ I1 എഴുതാലോ? ഈസ് ഈക്വൽ ടു Z11. VS ഡിവൈഡഡ് ബൈ I1 ഈസ് ഈക്വൽ ടു എന്താണ്? Z11. അതാണ് ഇൻപുട്ട് ഇമ്പിഡൻസ്. ഓക്കെ അല്ലേ? ഇനി ഫിഗർ ബി കൺസിഡർ ചെയ്യുക. ഫിഗർ ബി കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ ഇൻപുട്ട് ടെർമിനൽ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇൻപുട്ട് ടെർമിനൽ ഓപ്പൺ മീൻസ് എന്താണ്? I1 0 ആണ് അല്ലേ? I1 0 ആകുന്ന ടൈമിൽ ഇൻപുട്ടിലുള്ള വോൾട്ടേജും എന്തായിരിക്കും? 0 ആയിരിക്കും. I1 0 ആകുന്ന ടൈമിൽ അവിടെയുള്ള വോൾട്ടേജ് എന്തായിരിക്കും? 0 ആയിരിക്കും. I1 0, വോൾട്ടേജ് 0. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു എന്താണ്? സോഴ്സ് വോൾട്ടേജ് ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് V2 ഈസ് ഈക്വൽ ടു VS. ഏത് ടൈമിലാണ്? I1 0 ആകുന്ന ടൈമിൽ. ഓക്കെ, I1 0 ആകുന്ന ടൈമിൽ V2 എന്താകും? VS ആകും. അപ്പോൾ അതാണ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ.
അതായത് സെക്കൻഡ് ഫിഗർ ബി കൺസിഡർ ചെയ്യുമ്പം എന്ത് ചെയ്യും, നമുക്കൊരു കണ്ടീഷൻ കിട്ടും. അതാണ് V2 ഈസ് ഈക്വൽ ടു VS അറ്റ് എ ടൈം I1 ഈസ് ഈക്വൽ ടു 0. I1 0 ആകുന്ന ടൈമിൽ V2 എന്താണ്, VS ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു കണ്ടീഷൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു കണ്ടീഷൻ സെക്കൻഡ് ഇക്വേഷനിൽ കൊടുക്കുന്നു, V2ൻ്റെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും, V2 ഈസ് ഈക്വൽ ടു VS ആണ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാകുന്നു, VS ഈസ് ഈക്വൽ ടു Z22 I2 ആകും. VS ഈസ് ഈക്വൽ ടു Z22 I2. അപ്പം അതിൽ നിന്ന് Z22ൻ്റെ വാല്യൂ കിട്ടുമല്ലോ. Z22 ഈസ് ഈക്വൽ ടു VS ഡിവൈഡഡ് ബൈ I2. കിട്ടിയില്ലേ? ഇപ്പോൾ നെറ്റ്വർക്ക് സിമ്മട്രിക്കൽ ആകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഇൻപുട്ട് ഇമ്പിഡൻസും ഔട്ട്പുട്ട് ഇമ്പിഡൻസും ഈക്വൽ ആയിരിക്കും. അപ്പം ഫസ്റ്റത്തെ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്തായിരുന്നു, Z11 അല്ലേ, Z11. Z11ൻ്റെ ഇക്വേഷൻ എന്തായി, VS ഡിവൈഡഡ് ബൈ I1I. മനസ്സിലാകുന്നില്ലേ? അപ്പോൾ Z11ൻ്റെ ഇക്വേഷൻ എന്തായി, VS ഡിവൈഡഡ് ബൈ I1. സിമിലർലി ഔട്ട്പുട്ട് ഇമ്പിഡൻസ് Z22 അല്ലേ, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആണ് Z22. അപ്പം അതിൻ്റെ ഇക്വേഷൻ എന്തായി, VS ഡിവൈഡഡ് ബൈ I2I. അപ്പോൾ ഇൻപുട്ട് ഇമ്പിഡൻസും ഔട്ട്പുട്ട് ഇമ്പിഡൻസും ഈക്വൽ ആയിരിക്കും. അപ്പം എന്താണ്, ഒരു സെറ്റ് പാരാമീറ്ററിൻ്റെ സിമ്മട്രിക്കലാണ്, ഒരു സെറ്റ് പാരാമീറ്റർ സിമ്മട്രിക്കൽ ആകണമെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസും ഔട്ട്പുട്ട് ഇമ്പിഡൻസും ഈക്വൽ ആകണം. അപ്പോൾ ഏത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്, VS ഡിവൈഡഡ് ബൈ I1. VS ഡിവൈഡഡ് ബൈ I1 ഈസ് ഈക്വൽ ടു VS ഡിവൈഡഡ് ബൈ I2 ആണ്. അപ്പോൾ ഒരു സെറ്റ് പാരാമീറ്ററിൻ്റെ കേസിൽ സിമ്മട്രിക്കൽ ആകണമെങ്കിൽ എന്താകണം, VS ഡിവൈഡഡ് ബൈ I1 ഈസ് ഈക്വൽ ടു VS ഡിവൈഡഡ് ബൈ I2 ആയിരിക്കണം. മനസ്സിലായല്ലോ? ഇനിയുള്ളത് ഓരോ പാരാമീറ്ററായിട്ട് നമുക്ക് നോക്കാം. അടുത്തത് Y പാരാമീറ്റർ. ഇപ്പം Y പാരാമീറ്ററിൻ്റെ കേസിൽ എന്താണ് സിമ്മട്രിക്കൽ ആകാനുള്ള കണ്ടീഷൻ, അപ്പം അതിലേക്ക് നോക്കാം, ഡെറിവേഷൻ നോക്കാം. അപ്പം നിങ്ങൾക്കറിയാം അല്ലേ, ഒരു Y പാരാമീറ്റർ, ഒരു സിമ്പിൾ Y പാരാമീറ്ററിൽ എങ്ങനെയായിരിക്കും ഇക്വേഷൻ നിങ്ങൾക്കറിയാലോ. I ഈസ് ഈക്വൽ ടു YV ആണ്. I ഈസ് ഈക്വൽ ടു YV ആണല്ലേ. അപ്പോൾ ഇക്വേഷൻ ശ്രദ്ധിക്കുക, I1 ഈസ് ഈക്വൽ ടു Y11 V1 പ്ലസ് Y12 V2. I2 ഈസ് ഈക്വൽ ടു Y21 V1 പ്ലസ് Y22 V2. അപ്പോൾ I1ൻ്റെ ഇക്വേഷനും എഴുതി, I2ൻ്റെ ഇക്വേഷനും എഴുതി. ഇനി എന്ത് ചെയ്യുന്നു, ഇൻപുട്ട് ഇമ്പിഡൻസ് കണ്ടുപിടിക്കാനുള്ള ആ ഒരു ഫിഗർ വരച്ചില്ലേ, നമ്മൾ ഡ്രോ ചെയ്തില്ലേ, അതിലുള്ള കണ്ടീഷൻസ് ഇല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് ഇല്ലേ. എന്താണ് കണ്ടീഷൻ, ഫിഗർ എ കൺസിഡർ ചെയ്താൽ എന്തായിരിക്കും, V1 ഈസ് ഈക്വൽ ടു VS ആണ്, I2 0 ആണ്. ഫിഗർ ബി കൺസിഡർ ചെയ്താൽ V2 ഈസ് ഈക്വൽ ടു VS ആണ്, I2 0 ആണ്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസും സെപ്പറേറ്റ്ലി എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റത്തെ കണ്ടീഷൻ കൺസിഡർ ചെയ്യുക, V1 ഈസ് ഈക്വൽ ടു VS, I2 ഈസ് ഈക്വൽ ടു 0. ഫസ്റ്റത്തെ കണ്ടീഷൻ എടുക്കുന്നു, ആ കണ്ടീഷനിൽ I1ൻ്റെ ഇക്വേഷനിലേക്ക് ആ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്താകും, I1ൻ്റെ ഇക്വേഷൻ എന്താകുന്നു, I1 ഈസ് ഈക്വൽ ടു Y11 I1 ഈസ് ഈക്വൽ ടു Y11 VS പ്ലസ് Y12 V2. അപ്പോൾ V1ന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, VS സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ I1 ഈസ് ഈക്വൽ ടു Y11 VS പ്ലസ് Y12
V2. ഇനി സെക്കൻഡ് ഇക്വേഷൻ I2ൻ്റെ ഇക്വേഷൻ ശ്രദ്ധിക്കുക. അതിനും കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാകുന്നു? I2 എന്താണ്? 0 അല്ലേ? കണ്ടീഷനിൽ I2 എന്താണ്? 0 ആണ്. അപ്പം എന്താണ് വരിക? 0 ഈസ് ഈക്വൽ ടു Y21 VS പ്ലസ് Y22 V2. 0 ഈസ് ഈക്വൽ ടു Y21 VS പ്ലസ് Y22 V2. അപ്പം അതിൽ നിന്ന് V2ൻ്റെ ഇക്വേഷൻ കിട്ടുമല്ലോ. V2 എന്താണ്? മൈനസ് Y21 ഡിവൈഡഡ് ബൈ Y22 ഇൻറ്റു VS. മൈനസ് Y21 ഡിവൈഡഡ് ബൈ Y22 ഇൻറ്റു VS. അപ്പോൾ V2ൻ്റെ ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമുക്ക് ഇത്രമാത്രം പോരാ, ഇനിയും ഡെറൈവ് ചെയ്യാനുണ്ട്. ഇനി എന്ത് ചെയ്യുക? ഈ കിട്ടിയ V2ൻ്റെ ഇക്വേഷൻ I1ൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈ കിട്ടിയ V2ൻ്റെ ഇക്വേഷൻ I1ൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താകും? I1 ഈസ് ഈക്വൽ ടു Y11 VS പ്ലസ് Y12. അവിടെ V2ൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. V2ന് പകരം എന്തായി? മൈനസ് Y21 ഡിവൈഡഡ് ബൈ Y22 ഇൻറ്റു VS ആയി. മനസ്സിലാകുന്നില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ I1 ഈസ് ഈക്വൽ ടു VS കോമൺ ആയിട്ട് എഴുതി. എന്തായി? I1 ഈസ് ഈക്വൽ ടു Y11 പ്ലസ് Y12 മൈനസ് Y21 ഡിവൈഡഡ് ബൈ Y22 ഇൻ ബ്രാക്കറ്റിൽ VSനെ കോമൺ ആയിട്ട് എഴുതി. അപ്പോൾ ഒന്ന് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുക. നമുക്ക് ആവശ്യം എന്താണ്? ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ് അല്ലേ? നമുക്ക് ആവശ്യം എന്താണ്? ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ്. അപ്പോൾ ഇൻപുട്ട് ഇമ്പിഡൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? VS ഡിവൈഡഡ് ബൈ I1. അപ്പോൾ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ എന്ത് കിട്ടും? ഇൻപുട്ട് ഇമ്പിഡൻസിൻ്റെ ഇക്വേഷൻ കിട്ടും. മനസ്സിലായില്ലേ? ഇത്രയും മനസ്സിലായില്ലേ? ഇനി സെക്കൻഡ് കണ്ടീഷൻ എടുക്കുക. ഫിഗർ ബി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? സെക്കൻഡ് കണ്ടീഷൻ എടുക്കുന്നു. എന്താണ് സെക്കൻഡ് കണ്ടീഷൻ? V2 ഈസ് ഈക്വൽ ടു VS. അറ്റ് ദ ടൈം I1 ഈസ് ഈക്വൽ ടു 0. I1 0 ആകുന്ന ടൈമിൽ എന്തായിരിക്കും? V2 ഈസ് ഈക്വൽ ടു VS ആയിരിക്കും. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യുന്നു? I1ൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്താണ് I1ൻ്റെ ഇക്വേഷൻ? I1 ഈസ് ഈക്വൽ ടു എന്താണ്? Y11 V1 പ്ലസ് Y12 V2. അതാണ് I1ൻ്റെ ഇക്വേഷൻ. അതിൽ നമ്മൾ സെക്കൻഡ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? സെക്കൻഡ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും ഇക്വേഷൻ? 0 ഈസ് ഈക്വൽ ടു Y11 V1 പ്ലസ് Y12 VS ആകും. അപ്പോൾ അതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ എന്ത് കിട്ടും? V1ൻ്റെ ടേം കിട്ടും. V1 എന്താണ്? V1 ഈസ് ഈക്വൽ ടു മൈനസ് Y12 ഡിവൈഡഡ് ബൈ Y11 ഇൻറ്റു VS മൈനസ് Y12 ഡിവൈഡഡ് ബൈ Y11 ഇൻറ്റു VS. അപ്പോൾ നമ്മൾ കിട്ടിയ ആ V1 എന്ത് ചെയ്യുന്നു? സിമിലർലി നേരത്തെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ കിട്ടിയ V1 നേരത്തെ കിട്ടിയത് V2 ആണ്. V2 എന്ത് ചെയ്തത്? I1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇവിടെ കിട്ടിയത് V1 ആണ്. അതെന്ത് ചെയ്യുന്നു? I2ൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ I2ൻ്റെ ഇക്വേഷനിൽ V1ൻ്റെ ടേമിന് പകരം നമുക്ക് കിട്ടിയ V1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, റീഅറേഞ്ച് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ഔട്ട്പുട്ട് ഇമ്പിഡൻസിൻ്റെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ നേരത്തെ നമുക്ക് ഇൻപുട്ട് ഇമ്പിഡൻസിൻ്റെ ഇക്വേഷൻ കിട്ടി. ഇനിയുള്ളത് ഔട്ട്പുട്ട് ഇമ്പിഡൻസിൻ്റെ ഇക്വേഷനാണ്. ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആണ്
VS ഡിവൈഡഡ് ബൈ I2. അപ്പോൾ എന്തിനാണ് VS എന്ന് കൊടുക്കുന്നത്? എന്തുകൊണ്ട് V2 കൊടുക്കുന്നില്ല? അപ്പോൾ സെക്കൻഡ് ഫിഗർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ എന്തില്ല? V1 ഇല്ല അല്ലേ? V1 0 ആണ്, V2 മാത്രമേ ഉള്ളൂ. അപ്പോൾ V2 ഈസ് ഈക്വൽ ടു VS എന്ന് റെപ്രസെൻ്റ് ചെയ്തതാണ് കേട്ടോ. അവിടെ V2 ഈസ് ഈക്വൽ ടു VS എന്ന് റെപ്രസെൻ്റ് ചെയ്തതാണ്. അതേപോലെ തന്നെ V1 ഈസ് ഈക്വൽ ടു VS എന്ന് റെപ്രസെൻ്റ് ചെയ്തു. അപ്പോൾ ഔട്ട്പുട്ട് ഇമ്പിഡൻസിൻ്റെ ഇക്വേഷൻ VS ഡിവൈഡഡ് ബൈ I2 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇൻപുട്ട് ഇമ്പിഡൻസിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചിരുന്നു. ഇപ്പോൾ ഔട്ട്പുട്ട് ഇമ്പിഡൻസിൻ്റെ ഇക്വേഷനും കണ്ടുപിടിച്ചു. ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് സിമ്മട്രിക്കൽ ആകണമെങ്കിൽ എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ഇൻപുട്ട് ഇമ്പിഡൻസ് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആണ് അല്ലേ? ഇപ്പോൾ സെറ്റ് പാരാമീറ്ററിൻ്റെ കേസിൽ ഇൻപുട്ട് ഇമ്പിഡൻസ് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആകുമ്പോൾ എന്തായി? ഡയറക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു Z11 ഈസ് ഈക്വൽ ടു Z22 എന്ന് ഡയറക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സിമ്മട്രിക്കൽ ഒരു സെറ്റ് പാരാമീറ്റർ സിമ്മട്രിക്കൽ ആകണമെങ്കിൽ എന്ത് വേണം? Z11 ഈസ് ഈക്വൽ ടു Z22 ആയിരിക്കണം. ബട്ട് ഇൻ ദ കേസ് ഓഫ് Y പാരാമീറ്റർ സിമ്മട്രിക്കൽ ആകണമെങ്കിൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മൾ VS ബൈ I1 കണ്ടുപിടിച്ചു കഴിഞ്ഞു. VS ബൈ I2 കണ്ടുപിടിച്ചു. ഇപ്പോൾ രണ്ട് പാരാമീറ്ററും ഈക്വലായിട്ട് കൊടുക്കുക. ഈക്വലൈസ് ചെയ്താൽ എന്ത് കിട്ടും? അറ്റ് ലാസ്റ്റ് ഈ ഒരു ഇക്വേഷൻ കിട്ടും, ഈ ഒരു വലിയ ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷനിൽ ഡിനോമിനേറ്ററിലുള്ള ടേം മൊത്തം ക്യാൻസലായി പോയാൽ എന്ത് സംഭവിക്കും? Y11 ഈസ് ഈക്വൽ ടു Y22 എന്ന് കിട്ടും. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ഒരു Y പാരാമീറ്ററിൻ്റെ കേസിൽ നെറ്റ്വർക്ക് സിമ്മട്രിക്കൽ ആകണമെങ്കിൽ Y11 ഈസ് ഈക്വൽ ടു Y22 ആയിരിക്കണം. അതാണ് Y പാരാമീറ്ററിൻ്റെ കേസിൽ ഉള്ള കണ്ടീഷൻ. അപ്പോൾ നമ്മൾ സെറ്റ് പാരാമീറ്ററിൻ്റെ കേസും പഠിച്ചു, Y പാരാമീറ്ററിൻ്റെ കേസും പഠിച്ചു. ഇനി Hഉം Tയും കൂടിയുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.